HSA പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്ത ചോദ്യങ്ങളാകട്ടെ ഇന്നത്തെ ചർച്ച. ആദ്യത്തെ ചോദ്യം, വാക്യം രസാത്മകം കാവ്യം ഏത് ആലങ്കാരിക ഗ്രന്ഥത്തിലാണ് ഈ കാരിക നമുക്ക് കാണാനാവുക? ഓപ്ഷൻ എ കാവ്യാലങ്കാരം, ഓപ്ഷൻ ബി ലോചനം, ഓപ്ഷൻ സി അഭിനവ ഭാരതി, ഓപ്ഷൻ ഡി സാഹിത്യ ദർപ്പണം. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാഹിത്യ ദർപ്പണം. അടുത്ത ചോദ്യത്തിലേക്ക്. മഹിമഭട്ടന്റെ അനുമതിവാദത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയ നിരൂപകൻ ഇവരിൽ ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടി, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, കേസരി ബാലകൃഷ്ണപിള്ള. ശരിയായ ഉത്തരം കുട്ടിക്കൃഷ്ണമാരാരാണ്. അടുത്ത ചോദ്യം, ഉൽപ്പത്തിവാദത്തിന്റെ ഉപജ്ഞാതാവ് ഇവരിൽ ആരാണ്? ശങ്കുകൻ, ഭട്ടലൊല്ലടൻ, ജഗന്നാഥ പണ്ഡിതൻ, അഭിനവഗുപ്തൻ. ശരിയായ ഉത്തരം ഭട്ടലൊല്ലടനാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. രസത്തോട് രീതിയെ ആദ്യമായി ബന്ധപ്പെടുത്തിയ ആലങ്കാരികൻ ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ വാമനൻ, ഓപ്ഷൻ ബി കുന്തകൻ, ഓപ്ഷൻ സി രുദ്രടൻ, ഓപ്ഷൻ ഡി ആചാര്യദണ്ഡി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, രുദ്രടനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സിദ്ധാന്ത കൗമുദി എന്ന ഗ്രന്ഥത്തിന് പദസംസ്കാര ചന്ദ്രിക എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയ പണ്ഡിതൻ ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഇലന്തൂർ രാമശാസ്ത്രികൾ, ഓപ്ഷൻ ബി കൈക്കുളങ്ങര രാമവാര്യർ, ഓപ്ഷൻ സി നല്ലേപ്പള്ളി സുബ്രഹ്മണ്യ ശാസ്ത്രി, ഓപ്ഷൻ ഡി പുനത്തൂർ രാമൻ ഗുരുക്കൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൈക്കുളങ്ങര രാമവാര്യരാണ്. അടുത്ത ചോദ്യം, പ്രജ്ഞ നവനവോന്മേഷശാലിനി പ്രതിഭ മത എന്ന് പ്രതിഭയെ നിർവചിച്ചത് ഈ പണ്ഡിതന്മാരിൽ ആരാണ്? ഓപ്ഷൻ എ ആനന്ദവർദ്ധനൻ, ഓപ്ഷൻ ബി രാജശേഖരൻ, ഓപ്ഷൻ സി ഭട്ടദൗതൻ, ഓപ്ഷൻ ഡി അഭിനവഗുപ്തൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭട്ടദൗതനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ധ്വനിയെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതപ്പെട്ട ആലങ്കാരിക ഗ്രന്ഥം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ കാവ്യപ്രകാശം, ഓപ്ഷൻ ബി കാവ്യാദർശം, ഓപ്ഷൻ സി വ്യക്തിവിവേകം, ഓപ്ഷൻ ഡി അലങ്കാര സർവസ്വം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വ്യക്തിവിവേകമാണ് ശരിയായ ഉത്തരം. ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. എന്നിരുന്നാലും ഒരു കാരണവശാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഇവയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പഠനം സാധ്യമേ അല്ല. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.